ഹായ് ഗായ്സ്, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത് പനിക്കുറുക്ക ഇലയാണ്. എൻ്റെ കുട്ടിക്ക് ചുമയും ജലദോഷവും കഫക്കെട്ടുമുണ്ട്. അതിന് 4-5 ഇല പനിക്കുറുക്കയുടെ ഇലയും അല്പം തുമ്പയുടെ ഇലയും പൂവും വേണമെങ്കിൽ ഇടാം. നമുക്ക് പൂവില്ലാഞ്ഞ് ഇല കിട്ടിയത് കൃഷ്ണ തുളസി 4-5 കൃഷ്ണ തുളസിയും അതിലിട്ടിട്ട് കുറച്ച് ഒരു പാത്രത്തിൻ്റെ മുകളിൽ വെച്ചിട്ട് അതിനെ വാട്ടിയെടുക്കണം. ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി. നമുക്ക് പിഴിഞ്ഞ് നീര് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അല്പം വാട്ടിയെടുക്കണം. ഇത് വാട്ടിയതിന് ശേഷം അതിൻ്റെ പിഴിഞ്ഞ് നീരെടുത്തിട്ട് കൊടുത്തിട്ടുണ്ട്. അത്രയും ഇലയിൽ നമുക്ക് ഇത്ര നീരാണ് കിട്ടിയത്. അതിലേക്ക് നമ്മുടെ കല്ലുപ്പുണ്ടല്ലോ, അതൊന്ന് കുറച്ചിട്ട് കൊടുക്കണം. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ കുരുമുളക് ഇട്ട് കൊടുക്കണം. നമുക്കാണെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ഇടാം. കുട്ടികൾ അതുകൊണ്ട് 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കണം. എന്നിട്ട് അതിലേക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കണം. നമ്മളായതുകൊണ്ട് അങ്ങനെ കുടിക്കാം, വലിയവർക്ക് അങ്ങനെ കുടിക്കാം. കുട്ടികൾ അങ്ങനെ കുടിക്കില്ലല്ലോ. അതിലേക്ക് 1 സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കണം. ഏറ്റവും നല്ല ചുമയും കഫക്കെട്ടും ഉണ്ടെങ്കിൽ ഇതിൽ മാറി കിട്ടുന്നു. അതിൽ നല്ലവണ്ണം മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത് അതിന് കുറച്ച് കട്ടയുണ്ടല്ലേ, അതിനൊരു അരിപ്പയിൽ നമുക്ക് ഊറ്റിയെടുത്ത് കൊടുക്കാം. അങ്ങനെ അരിപ്പയിൽ അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഗായ്സ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കും. എത്ര ചുമയും കഫക്കെട്ട് ഇതിൽ മാറി കിട്ടുന്നതാണ്. 2 നേരം വെച്ച് കൊടുക്കണം. അതും രാവിലെ വെറും വയറ്റിൽ തന്നെ കൊടുക്കണം, ഫുഡ് കഴിക്കുന്നതിന് മുമ്പ്. ഓക്കെ ഗായ്സ്, താങ്ക് യു.